ഈ വികസനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുകയാണ്. ഈ 9 വർഷം എന്ന് പറയുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ കൂടി നടത്താൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു നേട്ടമായി തന്നെ കാണാം. പക്ഷേ ആ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NHുമായി ബന്ധപ്പെട്ട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണമായും കേന്ദ്ര ഫണ്ടാണ്, പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടത്തിലും ഈ റോഡുകളാണ് ഒരു അഭിമാന നേട്ടമായി ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. മന്ത്രി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ ഓരോ ടീമായി ഓരോ സൈറ്റുകളിൽ പോയി വിവിധ ജില്ലകളിൽ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്ക് പറയാനുള്ളതും കേട്ടുകൊണ്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ യോഗം വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഈ ഇടത് സർക്കാർ ഈ NH റോഡ് സാധ്യമാക്കിയത് സർക്കാർ ഒരു വിഹിതം കൊടുത്തതുകൊണ്ടാണ്. 25% സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഇനീഷ്യേറ്റീവ് ആണ് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. അപ്പോൾ ആ ക്രെഡിറ്റ് വരുമ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ഒരു വ്യാപ്തി, അതിലുള്ള ഒരു ഉത്തരവാദിത്വം കൂടി സർക്കാർ ഏറ്റെടുക്കേണ്ടത്.